ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നതിനായി ശ്രീ PV കൃഷ്ണനുണ്ണിയെ ക്ഷണിക്കുന്നു. വേദിയിലെ ആദരണീയായ ആചാര്യൻ ഉദീഷ് ചൈതന്യജി, നമ്മളെ സമൂഹത്തിന് അന്നമൂട്ടുന്ന കർഷക സുഹൃത്തുക്കൾ, വിശിഷ്യ നമ്മുടെ VG സുകുമാറിൻ്റെ പേരക്കുട്ടിയായ VG സുകുമാർ അവർ, മാത്തൂർ പഞ്ചായത്തിലെ ഏറ്റവും നല്ല കൃഷിക്കാരനായ G ശിവരാജൻ, ഏറ്റവും നമുക്ക് ബഹുമാനിക്കേണ്ട ഒരു കുട്ടി കർഷകനുണ്ട്. 14 വയസ്സായ ഒരു കുട്ടി കർഷകൻ 2.25 ഏക്കറിൽ തൊഴിലാളികളോടൊപ്പം സ്വയം അധ്വാനിച്ച് നെൽകൃഷിയും പച്ചക്കറി കൃഷിയും ചെയ്യുന്ന ആ കുട്ടിയെ നമ്മളെല്ലാവരും ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം. കാരണം നമ്മുടെ സമൂഹത്തിന് ഇനി ആവശ്യമായത് ഈ തരത്തിലുള്ള തലമുറയിൽ വളർന്നു വരുന്ന കുട്ടികളായിരിക്കണം. കാരണം വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് കർഷകൻ. നമ്മൾ കർഷകരെ എല്ലാവരും വേദിയിലും മറ്റും പല ഭാഗത്തും പത്രങ്ങളിൽ കൂടെ വല്ലാതെ അനുമോദിക്കാറുണ്ട്. ഞാനപ്പോൾ ഒക്കെ ചിന്തിക്കാറുള്ളൊരു കാര്യം, നമ്മുടെ വൈദ്യനാഥ ഭാവർ ഒരു കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഗായകർക്ക് ഒരു കാലത്ത് അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ഫലകവും ഒരു മേൽമുണ്ടും. അദ്ദേഹം പറഞ്ഞതന്ന് അവർക്ക് അതല്ല കൊടുക്കേണ്ടത്, അവർക്ക് ഒരു നേരം മന്നം കഴിക്കാനുള്ള ഭക്ഷണത്തിലുള്ള വക കൊടുക്കണം എന്ന് അദ്ദേഹം അന്നത്തെ ദാരിദ്ര്യ കാലഘട്ടത്തിൽ പറയുകയുണ്ടായി. അതുപോലെ കൃഷിക്കാരെ ഈ കൈകൊണ്ടും വാക്കുകൊണ്ടും മാത്രമുള്ള അനുമോദനങ്ങൾക്ക് പകരം അവരുടെ പ്രയാസങ്ങളെ കൂട്ടത്തോടു കൂടി ചേർക്കാനും അല്ലെങ്കിൽ കൂട്ടത്തോടെ എതിർക്കാനും വേണ്ടി ഈ ഒരു സമൂഹം കൂടെ അവരുടെ കൂടെ നിൽക്കണം. ഇപ്പം നേരത്തെ നമ്മുടെ ഉദീഷ് ചൈതന്യ പറഞ്ഞ പോലെ പന്നിയും പെരിച്ചാഴിയും മയിലും കൊണ്ട് ഞങ്ങൾ കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരിക്കണം നമ്മളിപ്പോൾ. അതുകൊണ്ട് ഈ ഒരു പൈതൃകം പാലക്കാടിലെ ഭാഗമായ അമൃതം കാർഷികം എന്ന പരിപാടിയിൽ ആദരിക്കാനെത്തിയ അല്ലെങ്കിൽ ആദരവ് ഏറ്റുവാങ്ങാനെത്തിയ എല്ലാ കർഷകർക്കും അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒന്നുകൂടെ ആദരവ് പ്രകടിപ്പിക്കണോ. അവർക്ക് ആദരവ് കൊടുക്കാൻ വേണ്ടി ആരാണ് ഉദീഷ് ചൈതന്യജിയെ ക്ഷണിച്ചോളൂ. നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് ശ്രീ VS വിജയരാഘവൻ MP ആണ്, മുൻ MP ആണ്. അദ്ദേഹത്തിന് വരാൻ അസൗകര്യമുണ്ടായി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം നമുക്കിവിടെ കേൾക്കാം. പരിപാടിയിൽ എൻ്റെ പിതാവിനെ അനുസ്മരിക്കാൻ നിങ്ങൾ ഉൾപ്പെടുത്തിയതിൽ നിങ്ങളോട് ആത്മാർത്ഥമായ നന്ദിയും സ്നേഹവും അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നും കൃഷിക്കാരുടെ കാര്യത്തിന് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തിയതാണ്. മലമ്പുഴ അണക്കെട്ടിലെ വെള്ളം പാമ്പാടിക്ക് നീട്ടുമ്പോൾ അതിനെതിരായി ശക്തമായി ഉയർത്തുകയും BR കൃഷ്ണൻ എന്ന ഹൈക്കോടതിയിലെ വക്കീലാണ്, അദ്ദേഹത്തിനോട് എന്ത് ചെയ്യണം, അദ്ദേഹം അതിന് ഇവിടത്തെ മതിയായിട്ട് മാത്രം കൊണ്ടുപോയാൽ മതി എന്നുള്ള ഒരു തീരുമാനം എടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ അന്ന് അതിന് ശേഷമാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിക്കും പിന്നീട് ഗ്രാമീണ ശുദ്ധജല പദ്ധതി എന്ന നിലയ്ക്ക് ഇന്ദിരാഗാന്ധി വന്ന് അകത്തേത്തറി വന്ന് ഉദ്ഘാടനം ചെയ്തു. അന്ന് 3 പഞ്ചായത്ത് 6 പഞ്ചായത്തിന് കൊടുക്കുന്നുണ്ട്. കുടിവെള്ളം കൊടുക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ കൃഷി വിട്ടിട്ട് ഇപ്പോൾ പല ആവശ്യങ്ങളും കൃഷിക്കല്ലാത്തതിനാണ് വെള്ളം ഉപയോഗിക്കാൻ തയ്യാറുള്ളത്. ഇതാവുണ്ടെങ്കിൽ സമ്മതിക്കില്ലായിരുന്നു. ആ ഉത്തരവ് തന്നെ വളരെ ശക്തമായിട്ട് എടുത്തിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോഴത്തെ ആർക്കും അറിയില്ല. പാമ്പാടിക്ക് പോണതിനെതിരെ എല്ലാ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അന്നത്തെ MLA-മാർ മുഴുവൻ കാണുമ്പോൾ അപ്പോൾ ഇവിടെ വരാൻ പറഞ്ഞ് EP ഗോപാലനും അതുപോലെ മറ്റ് MLA-മാരൊക്കെ വന്ന്, ഞാനവിടെ ചെറിയ കുട്ടിയായിരുന്നു. അപ്പോൾ അവരെല്ലാം വന്നിവിടെ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് ഏതായാലും ഞങ്ങൾ ശക്തമായ ഒരു നടപടി ഇതിനുണ്ടാകുമ്പോൾ അതിന് ശേഷമാണ് നിർത്തിയത്. പിന്നെ എന്നും കൃഷിക്കാരൻ്റെ കാര്യത്തിന് അവർക്ക് ഏത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ സംരക്ഷിക്കണം. ഫാർമേഴ്സ് ഫോറം എന്നൊരു സംഘടന ഉണ്ടാക്കി അതിൻ്റെ നാഷണൽ ഗവർണിംഗ് ബോർഡ് മെമ്പറും സ്റ്റേറ്റ് വൈസ് പ്രസിഡൻറ്റും പിന്നീട് ദേശീയ വൈസ് പ്രസിഡൻറ്റുമായി പ്രവർത്തിച്ചു. അതിൽ ഡോക്ടർ പഞ്ചാബ് ദേശമൊക്കെയാണ് കേന്ദ്ര കൃഷി മന്ത്രി, അദ്ദേഹമാണ് അതിൻ്റെ
ചെയർമാൻ അതിലുണ്ടായിരുന്നു. ജഗജീവൻ റാം പണ്ഡിറ്റ് ജവഹർലാലിൻ്റെ മുമ്പിൽ തന്നെ ഇത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല ഇതിലും കൃഷിക്കാരൻ്റെ എവിടെ അവസരം കിട്ടിയാലും കൃഷിക്കാരുടെ കാര്യത്തിന് വേണ്ടി ശക്തമായി പോരാട്ടം നടത്തിയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഒരുപക്ഷെ എൻ്റെ ഒരു പുസ്തകമുണ്ട്, അതിൽ എഴുതിയിട്ടുണ്ട്, മലമ്പുഴ അണക്കെട്ട് തന്നെ കൊണ്ടുവരാനുള്ള മദ്രാശി ഗവൺമെൻറ്റിനോട് സമ്മർദ്ദം ചെലുത്താൻ പിതാവിൻ്റെ ഒരു ശ്രമമായിരുന്നു. പിന്നീട് മുഴുവൻ എനിക്കറിയില്ല, ഇവൻ്റെ അച്ഛനാണ് എന്നോടത് പറഞ്ഞത്. കാരണം മഹാത്മാഗാന്ധി തേങ്കുറിശ്ശിയിൽ വന്നപ്പോൾ ഹരിജനോദ്ധാരണ ഫണ്ട് ശേഖരിക്കാൻ വേണ്ടി വന്ന സമയത്ത് മംഗളപത്രം കൊടുത്തു. അതിൽ കൂട്ടത്തിൽ അച്ഛനും ഉണ്ടായിരുന്നു. ആ മംഗളപത്രത്തിൽ തന്നെ പറയുന്നത്, പച്ചപ്പരവതാനി പോലെ പടർന്നു കിടക്കുന്ന പാടപ്രദേശമാണ് ഞങ്ങളുടെ കൈവേലശാലകൾ, അതിൽ നിന്നിരുന്ന് പൊഴിയുന്ന പുഞ്ചിരിയാണ് ഞങ്ങളുടെ ജീവിതമാർഗം എന്നും അതിന് ബാക്കി കാര്യങ്ങൾ എനിക്കറിയില്ല. അത് കൊടുത്തു കഴിഞ്ഞ് ഒടുവിൽ കൃഷിക്കാരുടെ പ്രശ്നം പറഞ്ഞ് അവസാനിച്ച് പോയപ്പോൾ രാഷ്ട്രപിതാവ് എണീറ്റിട്ട് പറഞ്ഞത്, കോൺഗ്രസ് എന്നും കൃഷിക്കാരുടെ കൂട്ടത്തിലുണ്ടാകും, ഒരിക്കലും അതിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല, നിങ്ങൾ പൊയ്ക്കോളൂ, നിങ്ങൾക്ക് ഞങ്ങൾ സംരക്ഷണം തരും എന്ന് പറഞ്ഞതായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എവിടെ അവസരം കിട്ടുന്നവരും കൃഷിക്കാർക്ക് വേണ്ടി ചെയ്യും. അതിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. ഇന്ന് ഇങ്ങനെ സ്മരിക്കാനും അദ്ദേഹത്തിൻ്റെ പാവനസ്മരണയ്ക്കൂടെ ആദരാഞ്ജലി അർപ്പിച്ചാലും നമ്മുടെ പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാനും ഇവിടെ നിന്നൊരു ദീപശിഖ കൊളുത്തി കൊണ്ടുപോകാനും സാധിച്ചതിൽ ഞങ്ങൾക്ക് അഭിമാനവും സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.